ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഉഴവൂർ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വിജയിച്ച PM മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ MM തോമസ് രാജിവെച്ച ഒഴിവിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ചൊവ്വാഴ്ച രാവിലെ 11-ന് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജില്ലാ ലേബർ ഓഫീസർ G. രാധാകൃഷ്ണപിള്ളയായിരുന്നു വരണാധികാരി. ഉഴവൂർ ബ്ലോക്ക് BDO സഹ വരണാധികാരിയുമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച MM തോമസ് ആണ് പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി PM മാത്യുവിന്റെ പേര് നിർദ്ദേശിച്ചത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ലീലാമ്മ സഖറിയാസ് മാത്യുവിനെ പിന്തുണച്ചതോടെ ഇരുവരും ഒപ്പിട്ട നാമനിർദ്ദേശ പത്രിക വരണാധികാരിക്ക് സമർപ്പിക്കുകയുണ്ടായി. മറ്റാരെങ്കിലും മത്സരരംഗത്തുണ്ടോ എന്ന് വരണാധികാരി ചോദിച്ചുവെങ്കിലും മറ്റാരും മത്സരരംഗത്തില്ല എന്ന അറിയിച്ചതിനെ തുടർന്ന് ഉഴവൂർ ബ്ലോക്കിന്റെ പുതിയ പ്രസിഡന്റായി ഐക്യകണ്ഠേന PM മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിക്കുകയായിരുന്നു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PM മാത്യുവിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും സഹപ്രവർത്തകരും ചേർന്ന് ഉജ്ജ്വലമായ സ്വീകരണമാണ് തുടർന്ന് നൽകിയത്. 3 പതിറ്റാണ്ടിലേറെക്കാലം നീണ്ട സുതാര്യമായ പൊതുജീവിതത്തിന് ഉടമയായ PM മാത്യു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തപ്പെട്ടതോടെ സഹപ്രവർത്തകർ ഓരോരുത്തരും ഹസ്തദാനം നൽകി അനുമോദിക്കുന്നതും ആശംസാ വചനങ്ങൾ അർപ്പിക്കുന്നതിനും എത്തുന്നത് കാണാമായിരുന്നു. ഉഴവൂർ ബ്ലോക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന നൂറുകണക്കിന് ആളുകൾ ചേർന്ന പ്രൗഢഗംഭീരമായ സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് വരണാധികാരി G. രാധാകൃഷ്ണപിള്ള PM മാത്യു തിരഞ്ഞെടുക്കപ്പെട്ട വിവരം പ്രഖ്യാപിക്കുകയും തുടർന്ന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും PM മാത്യു പ്രസിഡന്റായി ചുമതലയേൽക്കുകയുമാണ് ഉണ്ടായത്. പ്രതീക്ഷയില്ല വിശ്വസിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ 4ാം ഉഴവൂർ വാർഡിനെ പ്രതികരിച്ച ശ്രീ PM മാത്യു പ്രസിഡന്റായി തിരഞ്ഞെടുത്തായിരുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയാണ്. B46 ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PM മാത്യു പഴയ വീട്ടിൽ ഉഴവൂർ PO എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ